ഹലോ എല്ലാവർക്കും മുസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലെ 6ാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിലവിൽ 3/10/2024 മുതൽ 5/10/2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് തന്നെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 7/10/2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോളേജ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 10/10/2024 മുമ്പായി എല്ലാ വിദ്യാർത്ഥികളും കോളേജ് ജോയിൻ ചെയ്യണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോം പേജിൽ 3 ബാർ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്ന് സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ കൊടുത്താൽ രജിസ്റ്റർ ഐഡിയും പാസ്വേഡും സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. രജിസ്റ്റർ ഐഡിയും പാസ്വേഡും സബ്മിറ്റ് ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിലിപ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്നും ലഭിച്ചിട്ടില്ല. കാരണം ഈ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണിക്കും, അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇവർ അലോട്ട്മെൻറ്റ് അവിടെ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സും കോളേജും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ കിട്ടിയ കോഴ്സിനും കോളേജിനും ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷനും കാണുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് 7/10/2024 8/10/2024 കൊടുക്കേണ്ടതാണ്. അതായത് ചെല്ലാൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് വെബ്സൈറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായും ടോക്കൺ ഫീ അടയ്ക്കുന്നതാണ്. പിന്നീട് അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ ഒടുക്കിയ ശേഷം അപേക്ഷകൻ്റെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ ഡോക്യുമെൻറ്റുകളും സഹിതം അതാത് കോളേജിൽ 10/10/2024 നേരിട്ട് ഹാജരായി പ്രവേശനം ചെയ്യണം. അതായത് നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് സഹിതം 10/10/2024 കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റ് പരിഗണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ കിട്ടിയ കോഴ്സും കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനി വല്ല അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പരിഗണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ NRI സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് NRI ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയുള്ള എല്ലാ രേഖകളും കൊണ്ടുപോകേണ്ടതാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ SMET NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലം SMET ഡയറക്ടറേറ്റ് പറ്റൂർ തിരുവനന്തപുരം ഓഫീസിലാണ്. അതുപോലെ തന്നെ CPAS സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് അലോട്ട്മെൻറ്റ് ലഭിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രോസ്പെക്ടസിലെ 16 പ്രകാരമുള്ള ബോണ്ട് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ നൽകേണ്ടതാണ്. നിലവിൽ ഇത്ര കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നടക്കുന്ന അലോട്ട്മെൻറ്റ് NRI സ്പോട്ട് അലോട്ട്മെൻ്റ് ആണെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവുമോ എന്നോ ഒരു അറിയിപ്പുമില്ല. ഈ സീറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് കാണുമെന്ന് വെബ്സൈറ്റിൽ ടെൻഡേറ്റിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.